തൃശൂർ ഏനമാവ് റെഗുലേറ്ററിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. പടിഞ്ഞാറൻ കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച ഏനമ ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. നിലവിൽ വർഷം തോറും ലക്ഷങ്ങൾ മുടക്കി താൽക്കാലിക ബണ്ട് നിർമ്മിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റെഗുലേറ്ററിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏനമാവ് റെഗുലേറ്ററിന്റെ ജീർണാവസ്ഥ മൂലമാണ് കായലിൽ നിന്ന് ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ എല്ലാ വർഷവും ലക്ഷങ്ങൾ മുടക്കി താൽക്കാലിക വളയം ബണ്ട് നിർമ്മിക്കേണ്ട സാഹചര്യം വരുന്നത്. മഴക്കാലമായാൽ ഇത് പൊളിച്ച് കായലിലേക്ക് ഒഴുക്കും. ഈ വർഷം 37 ലക്ഷം രൂപയാണ് ബണ്ട് നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുള്ളത്. 4 നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച റെഗുലേറ്റർ ഇപ്പോൾ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഷട്ടറുകളെല്ലാം തകരാറിലായതോടെ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയാണ്. കരാർ നടപടികളായെങ്കിലും സാങ്കേതിക കുരുക്കിൽപ്പെട്ടതോടെ നിർമ്മാണം മുടങ്ങിയ സ്ഥിതിയാണ്. ഈ അറ്റകുറ്റപ്പണികൾ നടത്തുവാനായിട്ട് ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാത്തതിൻ്റെ ഭാഗമായി വീണ്ടും കരാറുകാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തെ സംബന്ധിച്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. താൽക്കാലിക ബണ്ട് നിർമ്മാണം ഒഴിവാക്കി ഏനമാവ് റെഗുലേറ്റർ നവീകരിക്കണമെന്ന ആവശ്യം വിവിധ സംഘടനകൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ നിരവധി സമരമുറകളും കാഴ്ചവെച്ചു. എന്നാൽ ബണ്ട് നിർമ്മാണത്തിനായി വർഷം തോറും അധിക തുക ചെലവാക്കുന്നതല്ലാതെ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾ എങ്ങുമെത്തിയില്ല. 40 ലക്ഷത്തോളം രൂപ ചെലവിൽ വളയം ബണ്ട് ഏക്കർ കണക്കിന് കോൾപ്പാടത്തിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച് അത് മഴക്കാലമാകുമ്പോൾ ഈ കോൾപ്പാടത്തുള്ള പ്രദേശത്ത് വെള്ളം കയറുമ്പോൾ കടലിലേക്ക് ഒഴുക്കി വിടുന്നതോടൊപ്പം തന്നെ ഈ മണ്ണ് അടങ്ങിയ ഈ വളയം ബണ്ട് ഒലിച്ചു പോകും. വർഷം തോറും ഇത്തരത്തിൽ സർക്കാരിനും പൊതുഖജനാവിനും നഷ്ടം വരുന്ന രീതിയിലുള്ള ഈ വളയം ബണ്ട് നിർമ്മാണം നിർത്തി ഏനമാവ് റെഗുലേറ്റർ ശക്തിപ്പെടുത്തണമെന്നാണ്. റെഗുലേറ്റർ ആധുനിക രീതിയിൽ നവീകരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ഈ പാഴ്ചെലവ് ഒഴിവാക്കാൻ റെഗുലേറ്റർ ആധുനിക രീതിയിൽ നവീകരിക്കണമെന്നാണ് കർഷകരുടെ അടക്കം ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.